ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ചില വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് മമ്മൂക്കയുടെ സിനിമയ്ക്ക് എന്തുകൊണ്ട് കളക്ഷൻ കുറയുന്നു, ലാലേട്ടൻ്റെ സിനിമകളുടെ കളക്ഷൻ നല്ല രീതിയിൽ എന്തുകൊണ്ട് വരുന്നു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് റിപ്പോർട്ടാണ് ഒരു സിനിമയ്ക്ക് വരുന്നതെങ്കിൽ മമ്മൂക്കയുടെ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ കളക്ഷനിലേക്ക് പോകാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ലാലേട്ടൻ്റെ സിനിമകളാണെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞ ഒരു നോർമൽ, അതായത് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നത് വലിയ ബഡ്ജറ്റിൽ നിന്നുള്ള ഒരു സിനിമ അല്ലെങ്കിൽ പോലും ഒരു 100 കോടിക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് ഒരു 200 കോടി അല്ലെങ്കിൽ 225 കോടിക്ക് അല്ലെങ്കിൽ 230 കോടിക്ക് അടുത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നു. മമ്മൂക്കയെ കൊണ്ട് അത് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പോലും പലരുടെയും മറുപടിയായിട്ട്, പലരുടെയും കമൻസിന് മറുപടിയായിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മമ്മൂക്കയുടെ തന്നെ ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമ, ഈ അടുത്ത കാലത്ത് വന്നതിനകത്ത് ഭീഷ്മപർവം അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ ഭ്രമയുഗം എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് പോലും അതിനൊക്കെ പലതിനും 86 കോടിയിലും 82 കോടിയിലും അല്ലെങ്കിൽ 75 കോടിയിലും ഒക്കെ എത്താനേ അതിന് സാധിച്ചുള്ളൂ. ലാലേട്ടൻ്റെ നേരെന്ന് പറയുന്ന ഒരു സിനിമ പോലും 86 കോടി അവർക്ക് എത്താൻ സാധിച്ചു, ബിസിനസ് കളക്ഷൻ കൂട്ടാതെ തന്നെ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയെ തന്നെ 230 കോടിക്ക് മുകളിലേക്ക് ആ സിനിമയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പല പ്രാവശ്യം അല്ലെങ്കിൽ നമ്മളെ ഈ മമ്മൂക്കയുടെ ആരാധകരെ പലരും കളിയാക്കുന്നതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്ഥിതി നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. മമ്മൂക്കയുടെ സിനിമ മമ്മൂക്കയുടെ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് നോക്കിക്കൊണ്ടിരിക്കും. അതായത് ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത് കണ്ടിട്ടിറങ്ങുന്ന ആൾക്കാർ എന്ത് അഭിപ്രായം പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞോ, അല്ലെങ്കിൽ നല്ല പോസ്റ്റുകൾ ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബേഴ്സ് റിവ്യൂ പങ്കുവെക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണോ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇവർ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരാരും മിക്കവാറും സിനിമ കാണാൻ പോത്തുമില്ല. അതായത് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് റിപ്പോർട്ട് എന്തെങ്കിലും പറഞ്ഞാലോ, ഇനി നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് ഒരു സിനിമയെക്കുറിച്ച് വരുന്നതെങ്കിൽ പോലും ഇവരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ സിനിമ കാണാൻ പോകത്തില്ല. ഇവരും സിനിമ കാണാൻ പോകത്തില്ല. ഇവർ സിനിമ കാണാൻ പോകാത്തതുകൊണ്ട് ഒരു നല്ല സിനിമയാണെങ്കിൽ പോലും ഇവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരെ പോലും ഇവരൊരു സിനിമയ്ക്ക് കൊണ്ടുപോകത്തുമില്ല. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കുറവ് മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക്, നല്ല പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന ഒരു സിനിമയ്ക്ക് പോലും അത് നല്ല രീതിയിൽ അതിൻ്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം, ലാലേട്ടൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്നൊന്നും നോക്കാതെ അവരുടെ ഒട്ടുമിക്ക പ്രേക്ഷകരും തിയേറ്ററിലേക്ക് ആദ്യ ദിവസം തന്നെ പോയി അത് നേരിട്ട് കാണാൻ ശ്രമിക്കും. നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ അത്രയും വലിയ രീതിയിലുള്ള ഒരു തകർച്ച തന്നെയായിരിക്കും അവർ ആ സിനിമയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല, ഏത് സിനിമയാണെങ്കിലും ലാലേട്ടൻ്റെ. അപ്പോൾ മമ്മൂക്കയുടെ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്ന അത്രയും വലിയൊരു തകർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ലാലേട്ടൻ്റെ സിനിമ അത്രയും വലിയൊരു തകർച്ചയിലേക്ക് അവർ വിടുമെങ്കിൽ പോലും വലിയൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓരോരുത്തരും ഈ പറഞ്ഞ കണക്ക് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, അത് മമ്മൂക്കയുടെ സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര വലിയ രീതിയിൽ അവർ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും, അവരുടെ കുടുംബാംഗങ്ങളെ പോലും ലാലേട്ടൻ്റെ അത്തരത്തിലുള്ളൊരു സിനിമ കാണാൻ വേണ്ടി അവർ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം എടുക്കുമ്പോഴത്തേക്ക് ഒരു കാലത്ത് മമ്മൂക്കയുടെ ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന അത് നമ്മൾ പറഞ്ഞതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞ കണക്ക് അവരുടെ ഫാമിലിയിൽപ്പെട്ട രാവിലെ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമയുടെ അഭിപ്രായം അറിയാൻ കാത്തിരുന്ന ആളിനെ ആശ്രയിച്ച് ചില കുടുംബാംഗങ്ങൾ സിനിമ കാണാൻ പോകാൻ പറ്റാതിരിക്കുമ്പം ലാലേട്ടൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല. ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന സിനിമയ്ക്ക് അവരൊന്നും നോക്കാതെ ഈ പറഞ്ഞ കണക്കൊരു മാറ്റിനി മുതലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മുതൽ അവർ തീർച്ചയായിട്ടും അവരുടെ മാക്സിമം കുടുംബാംഗങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന ലാലേട്ടൻ്റെ സിനിമയുടെ കളക്ഷനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകുമ്പം മമ്മൂക്കയ്ക്ക് പലപ്പോഴും ഒരു 100 കോടി ക്ലബിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിന് പൂർണ്ണ ഉത്തരവാദി മമ്മൂക്ക ഫാൻസ് തന്നെയാണ്. നമുക്കിപ്പോൾ അറിയാം, ഇവിടെ പല ആൾക്കാരും കളിയാക്കി പറയാറുണ്ട് നസ്ലിന് പോലും. അപ്പം ഞാൻ അതിന് വിചാരിച്ചിട്ടുണ്ട്, ഈ നസ്ലിന് പോലും എന്ന് പറഞ്ഞാൽ നസ്ലിൻ എന്തോ തീരെ മോശക്കാരനാണോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസിൽ ചില ആൾക്കാർ മമ്മൂക്ക ഫാൻസിനെ കളിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, നസ്ലിൻ പോലും. അപ്പോൾ ഈ നമ്മൾ ഈ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇരിക്കുന്ന ഒരാൾ, അതായത് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അതിന് പോലും പിന്നെ എന്താണ് പറ്റാത്തതെന്ന് ചോദിക്കുന്നതാണ് ഈ നസ്ലിൻ പോലും എന്നവർ പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നസ്ലിൻ്റെ പേരെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പം മലയാളത്തിൽ ഒരുപാട് താരങ്ങൾക്ക് ഒരു 100 കോടി ക്ലബ്ബിൽ എത്താൻ സാധിച്ചിട്ട്, ഇപ്പോൾ ടൊവിനോ തോമസിനെ പോലുള്ളവർക്ക് ARM പോലുള്ള ഒരു സിനിമയിലൂടെ അല്ലെങ്കിൽ നസ്ലിന് പല സിനിമകളിലൂടെയൊക്കെ 100 കോടി ക്ലബ്ബിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. പോലും മമ്മൂക്കയുടെ സിനിമയിലേക്ക്
ലെവലിലേക്ക് പ്രേക്ഷകന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് എടുത്താൽ മമ്മൂക്കയുടെ സിനിമയും മറ്റൊരു താരത്തിൻ്റെ സിനിമയും കൂടെ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ഫാൻ ഫൈറ്റ് അതിരൂക്ഷമായിട്ടാണ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും മമ്മൂക്ക ആരാധകരാണെങ്കിലും ലാലേട്ടൻ ആരാധകരാണെങ്കിലും ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഫാൻസുകാർ എന്ത് ചെയ്യും, മമ്മൂക്കയുടെ സിനിമയുടെ കൂടെ റിലീസ് ചെയ്യുന്ന ആ യുവതാരത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ മറ്റൊരു താരത്തിൻ്റെ ആരാന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ആരാധകർ എന്ത് ചെയ്യും, അതിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന കണ്ടുകൊണ്ട് മമ്മൂക്കയുടെ സിനിമ കളഞ്ഞിട്ട് അവർ ആ സിനിമ കാണാൻ വേണ്ടി പോകും. അപ്പം മമ്മൂക്കയുടെ സിനിമകൾ എത്ര നല്ലതാണെന്നുണ്ടെങ്കിലും ഈ മമ്മൂക്കയുടെ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് പ്രേക്ഷകൻ എത്തുന്നില്ല. അവരും കാണാൻ പോകുന്നത് ഏത് സിനിമയാണ്, ഈ പറഞ്ഞ കണക്ക് മറ്റു കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന മമ്മൂക്കയുടെ സിനിമയുടെ കൂടെ റിലീസ് ചെയ്യുന്ന താരത്തിൻ്റെ സിനിമയ്ക്കാണ് പോകുന്നത്. എന്നാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കൂടെ റിലീസ് ചെയ്യുന്ന ഏത് യുവതാരത്തിൻ്റെ സിനിമയാണെങ്കിലും ആരുടെ സിനിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ ആരെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന താരത്തിൻ്റെ സിനിമകൾ വലിയ വിജയമാണെന്ന് കാണിക്കാൻ ശ്രമിച്ച് ലാലേട്ടൻ്റെ സിനിമ മോശമാണെന്ന് പറയാൻ ശ്രമിച്ചാൽ പോലും ലാലേട്ടൻ ഫാൻസ് ആരൊന്നും അവർ വഴങ്ങത്തില്ല. അവർ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കണക്ക് അവരും അവരുടെ കുടുംബാംഗങ്ങളും ആ സിനിമകൾ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കും. അതാണ് ലാലേട്ടൻ്റെ സിനിമകൾക്ക് ഇത്രയും വലിയൊരു വിജയം വരുമ്പം ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ബോക്സ് ഓഫീസിലെ ഒരു പവറിൻ്റെ കാര്യത്തിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലുണ്ട് ലാലേട്ടന് കൂടുതൽ സ്വീകാര്യത അത്തരത്തിലുള്ള കിട്ടുമ്പം മമ്മൂക്കയെക്കാട്ടിൽ ഒരുപാട് ആരാധകർ കുറഞ്ഞിട്ടുള്ള താരങ്ങൾക്ക് പോലും 100 കോടി ക്ലബ്ബിലെത്താൻ സാധിച്ചു എന്ന് പറയുന്ന യാഥാർത്ഥ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂക്ക ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു കഴിവുകേടായിട്ടാണ്. ഇപ്പോൾ ഇത് പറയുമ്പം മമ്മൂക്ക ഫാൻസ് ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ മമ്മൂക്കയുടെ കടുത്ത ആരാധന എന്നുള്ള കാര്യം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ വിഷമപൂർവ്വം നമ്മൾ പറയുകയാണ്, ഇത്തരത്തിലുള്ളൊരു മമ്മൂക്കയുടെ സിനിമ ഈ അടുത്ത കാലത്ത് തന്നെ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ബസുക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ എത്ര ആൾക്കാർ പോയി കണ്ട്. ഇപ്പോൾ ബസുക്ക എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക താൽക്കാലികമായിട്ടൊരു വിശ്രമത്തിലിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് പോലും മമ്മൂക്കയുടെ ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്ര മമ്മൂക്ക ആരാധകർ തിയേറ്ററിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടി പറയേണ്ടി വരും. ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിൽ തന്നെ ഇരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് മാത്രം ഈ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ശകലമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങുമ്പം തിയേറ്ററിലേക്ക് പോയി ആ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത കളങ്കാവല് റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കളങ്കാവല് തിയേറ്ററിലേക്ക് വരുമ്പം കളങ്കാവലൊരു വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഓരോ മമ്മൂക്ക ആരാധകർക്കും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ മമ്മൂക്കയുടെ സിനിമയും ഒരു 100 കോടിയിലേക്ക് എത്തിക്കാൻ മമ്മൂക്കയുടെ പ്രേക്ഷകർ വിചാരിച്ചാൽ വളരെ 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 നിസ്സാരമായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയ ഫൈറ്റിന് വേണ്ടി ഇരിക്കാതെ തിയേറ്ററിലേക്ക് പോയി സിനിമ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.